ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണെല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം അറിയാമായിരിക്കാം, എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്രകാരം ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും നമ്മൾക്ക് ഇവിടെ കാണാം. ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം ഇത്തരത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കറക്റ്റായി ഓർഗനൈസ് ചെയ്ത്, അതായത് നമുക്ക് ഇതിൽ ഒരു ഫോൾഡർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഇത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹോം പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അതിനാൽ തന്നെ പലരും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് എങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് നോക്കാറില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഇതിനായി നമുക്ക് നമ്മുടെ ഈ ഒരു ഫോൺ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് റീസെറ്റ് ചെയ്തതിനാൽ തന്നെ അധികം ആപ്ലിക്കേഷൻ ഒന്നും ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത് കറക്റ്റായി ഓർഗനൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാം ലഭിക്കുക. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലതായെല്ലാം തോന്നും. അതിനാൽ തന്നെ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായി ഓർഗനൈസ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഇവിടെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത് രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാമാണ്. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്കൊരു ഫോൾഡറിലേക്ക് ആക്കാം. ഇതിനായി നിങ്ങൾ ഈ ആമസോൺ എന്നത് ഡ്രാഗ് ചെയ്ത് ഫ്ലിപ്കാർട്ടിന് മുകളിലേക്ക് ഇപ്രകാരം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഷോപ്പിംഗ് എന്ന പേരിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾ ഷോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ആപ്ലിക്കേഷൻസ്, ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം കൂടി ഒരു ഫോൾഡർ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണമായി ഞാനിവിടെ ഫേസ്ബുക്ക്, അതുപോലെ വാട്സപ്പ് ഇത് രണ്ടും കൂടി ഇപ്പോൾ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മെസ്സഞ്ചർ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സോഷ്യൽ എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സോഷ്യൽ എന്നതിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്രകാരം നമുക്ക് ഇവിടെ ഈ സോഷ്യൽ എന്നത് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട നെയിം എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്രകാരം ഈ ഒരു നെയിം ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്താൽ ഇപ്രകാരം നമുക്ക് ആ ഫോൾഡർ നെയിം ചേഞ്ച് ചെയ്യാനെല്ലാം സാധിക്കും. ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്കിങ് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ബാങ്കിങ് എന്ന പേരിലെല്ലാം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഒരു ഫോൾഡറിൽ കാണണമെങ്കിൽ ഇപ്രകാരം ഇത് ഡ്രാഗ് ചെയ്ത് വീഡിയോ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഫോൾഡറിലേക്ക് മാറ്റാം. ഇപ്രകാരം നമ്മൾ ഇത് സെറ്റ് ചെയ്യുക വഴി നമുക്ക് നമ്മുടെ ഫോൺ കൂടുതൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അതിലുപരി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യണമെങ്കിലെല്ലാം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലും നിങ്ങൾ ഇതുവരെ ഇപ്രകാരം ഫോൾഡർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ ഫോൾഡർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ കറക്റ്റായി ഓർഗനൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകളെല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്